ഈ ശപഥം നെതന്യാഹു മറന്നിട്ടില്ല. ഹമാസിനെ തകർക്കുക എന്ന ലക്ഷ്യം ഇപ്പോഴും നെതന്യാഹുവിന്റെ മനസ്സിൽ ശക്തമായുണ്ട്. ആ ലക്ഷ്യം പൂർണ്ണമായിട്ടില്ല എന്നത് തന്നെയാണ് വാസ്തവം. ഗാസയിലെ ഇസ്രയേലി ആക്രമണത്തെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ 500 കിലോമീറ്റർ തുരങ്കങ്ങളിൽ 150 കിലോമീറ്ററോളം ഇസ്രയേൽ പൊളിച്ചു മാറ്റിയതായും അവർ ആ ജോലി പൂർത്തിയാക്കേണ്ടതുണ്ട് എന്നും നെതന്യാഹുവിന്റെ വാക്കുകൾ. ഗാസ വെടിനിർത്തൽ പദ്ധതിക്ക് ഇസ്രയേൽ അവസരം നൽകുന്നുണ്ട്, എന്നാൽ ഹമാസിനെ തകർക്കാൻ ആവശ്യമായി വന്നാൽ യുദ്ധം പുതുക്കുമെന്നും ഉള്ള വാക്കുകൾ ഹമാസിനെ പൂർണ്ണമായും സ്വതന്ത്രമാക്കിയിട്ടില്ല എന്ന് തന്നെയാണ്. ഡോക്ടേഴ്സ് വിത്തൌട്ട് ബോർഡേഴ്സ് ഉപേക്ഷിച്ചു പോയ തെക്കൻ ഗാസയിലെ നാസർ ആശുപത്രി ഭീകരതയ്ക്കുള്ള ആയുധ ശേഖരണ കേന്ദ്രം മാത്രമല്ല, മറിച്ച് ഒരു പൂർണ്ണമായ ഹമാസ് ആസ്ഥാനമാണെന്ന് IDF ഞായറാഴ്ച ഒരു പ്രസ്താവന നടത്തി. ഈ പ്രസ്താവനയും നെതന്യാഹുവിന്റെ നിലപാടിനെ ഉറപ്പിക്കുകയാണ്. ഭീകരപ്രവർത്തനങ്ങൾ മറച്ചുവെക്കുന്നതിനായി ഗാസയിലെ ആശുപത്രികളെയും മാനുഷിക അഭയ കേന്ദ്രങ്ങളെയും മനുഷ്യ കവചങ്ങളായി ഭീകര സംഘടനകൾ ഉപയോഗിക്കുന്നതിനെ കുറിച്ച് 2 വർഷത്തിലേറെയായി IDF-ഉം പ്രതിരോധ സ്ഥാപനങ്ങളും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സായുധരായ വ്യക്തികളുടെ സാന്നിധ്യം മൂലം പ്രവർത്തനങ്ങൾ കുറയ്ക്കുന്നത് സംബന്ധിച്ച് ഡോക്ടേഴ്സ് വിത്തൌട്ട് ബോർഡേഴ്സ് നടത്തിയ പ്രസ്താവനയെ തുടർന്ന് തെക്കൻ ഗാസയിലെ മുതിർന്ന ഹമാസ് കമാൻഡർമാർക്കും പ്രവർത്തകർക്കും വേണ്ടി നാസർ ആശുപത്രി ആസ്ഥാനമായും സൈനിക പോസ്റ്റായും ഉപയോഗിക്കുന്നുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന രഹസ്യാന്വേഷണ വിവരങ്ങൾ IDF-ന് ലഭിച്ചുവെന്നും അവർ പ്രസ്താവിച്ചു.